ഹായ് ഹലോ. ഇന്ന് നമ്മൾ റെഡി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ എനർജിയുടെ മാച്ച് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തേക്ക് വിട്ടേക്കുക. മെയിലോ ഫീമെയിൽ ആർക്ക് വേണ്ടി റീഡിങ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റിസാണ് ആദ്യം വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെന്തെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. ഓവറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓവറായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്കതിനൊരു ഒരു കാര്യവും നിങ്ങൾക്ക് നടക്കുന്നില്ല, മുന്നോട്ടുള്ള ഒരു കാര്യവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നില്ല എന്നുള്ളൊരു പല പ്രശ്നങ്ങൾ മാത്രം. നിങ്ങൾ എന്ത് ചെയ്തിട്ടും അതിനൊരു എൻഡ് ആകുന്നില്ല, അതിനൊരു തീരുമാനം ആകുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ്. പക്ഷേ അത് എൻഡായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതിനൊക്കെ ഒരു റിസൾട്ട് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കാൻ പോകുന്നു. നിങ്ങളെന്താണോ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം, ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരും. നിങ്ങളെന്ത് പ്രതിസന്ധിയിലൂടെയാണ് പോയത്, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊരു ജഡ്ജ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതിൻ്റെ എൻഡ് ആകാൻ പോകുന്നു. അത് ഇപ്പം നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ അത് നിങ്ങളിലേക്ക് തന്നെ വരുന്നു. നിങ്ങൾ ഒത്തിരി ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി സമയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു എൻഡിങ് ആണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാണിക്കുന്നത്. അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ നിഷ്കളങ്കമായ വളരെ പ്യുവറായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക്, അതൊക്കെ എൻഡായിക്കൊണ്ട്, ആ ഹാർട്ട് ബ്രോക്കണൊക്കെ എൻഡായിക്കൊണ്ട് പുതിയൊരു വെളിച്ചമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ പൂർണ്ണമായ ഒരു റിയലായിട്ടുള്ള വളരെ പ്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുണ്ട്. നോട്ടം കിട്ടിയിരിക്കുന്നത് 2 of Wands ആണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇത്രയും നാളും എന്തെല്ലാം പ്രശ്നങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊരു കണ്ണും പൂട്ടി ഒരവസ്ഥയായിരുന്നു. ആ പല അവസരങ്ങളിലും തിരിഞ്ഞു നിന്ന ഒരവസ്ഥകളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം, ഏതാണ് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ട്. അപ്പം ഏതാ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല. രണ്ടിലും ഒരു ചെകുത്താനും കടലിനും നടുക്ക് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് എൻഡാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഇതിന്
ഒരു നല്ല അവസരങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. ഒരു പ്യുവറായിട്ടുള്ള സ്നേഹം, നിങ്ങളുടെ സ്നേഹം വളരെ പരിശുദ്ധമാണ് എന്നൊക്കെയുള്ളൊരു ഒരറിവ് ആളിന് കിട്ടിയിട്ടുണ്ട്. ആൾ തന്നെ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെയൊക്കെ പോയിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ആളിന് മനസ്സിലാക്കാനും തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. മറ്റൊരാളുടെ ഒരു ജീവിതത്തിൽ വന്ന ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ രണ്ടും താരതമ്യം ചെയ്ത് നോക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പം ആ ഒരു എവിടാണ് എന്നുള്ള അങ്ങനെ ഒരു തിരിച്ചറിവ് ആ ഒരു ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. കാരണം റിയൽ ഏതാണെന്നും ഫേക്ക് ഏതാണെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് കണ്ടോ. നിങ്ങളൊരു ക്യൂനിൻ്റെ എനർജിയിലാണ്. നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ നിങ്ങളിലേക്കുള്ള ആ ശുദ്ധമായൊരു പ്രണയം, ആ ഒരാഗ്രഹം, നിങ്ങൾ ആ ഒരു ഇമോഷനുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം നിങ്ങളിലേക്ക് പോകുന്ന ഒരു പ്യുവറായ സ്നേഹം, ആ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഗ്രോത്തുകൾ, അതൊക്കെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിനകത്ത് ഒരു കാർഡിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഇതിനകത്തൊരു നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാകാൻ പോകുന്നു. നിങ്ങൾ ഇത്രയും നാൾ എന്താണോ വിചാരിച്ചിരുന്നത്, പുതിയൊരു എനർജിയാണ്, പുതിയൊരു സ്നേഹം. അങ്ങനെ നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന പോലെ അല്ല, ഇതിനെല്ലാം ഒരു മാറ്റം, പുതിയതായിട്ടുള്ളൊരു എനർജിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളിലേക്കത് തരാൻ പോകുന്നു. 6 ഓഫ് പെന്റക്കിൾസ്, ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് തരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, പുതിയ എനർജിയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നുള്ള ഒരു ഇതാണ് കാണുന്നത്. ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതായിരിക്കും. പ്യുവറായിട്ടുള്ളൊരു സ്നേഹം ഉടനെ തന്നെ സംഭവിക്കും. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇമോഷൻ വളരെയധികം എന്തും നേരിടാനുള്ള ചങ്കൂറ്റവും കരുത്തും നിങ്ങൾക്ക് ഈ നിമിഷം ഉണ്ട് എന്നാണ് ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹം അതൊരു റിയലായിരുന്നു. നിങ്ങൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ, ദൈവികമായ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാവുന്ന പല കാര്യങ്ങളും അനുഭവിച്ചു. അപ്പം നിങ്ങൾക്ക് അതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി നിങ്ങൾ ഒത്തിരിയും ദൈവത്തെ വിളിച്ചിട്ടുള്ള വ്യക്തികളാണ്. അതിനൊക്കെ ഇപ്പോൾ ഒരു എൻഡ് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു ഗൈഡൻസാണ്. നിങ്ങൾ പുറമേ എന്താണോ കാണുന്നത് അത് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെന്നാണ്. നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ പുറമേ കാണുന്ന പല കാഴ്ചകളും അത് നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ സത്യം എന്നുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ ആ ഇൻഡ്യൂഷനോട്, നിങ്ങളുടെ ആ ചൈതന്യമാർന്ന ആ ഉള്ളിലുള്ള ആത്മാവിനോട് ചോദിക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മാവിനോട് ചോദിക്കുക എന്നാണ്.
ആത്മാവിനോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് ചെയ്യുക. നമുക്ക് എന്തായാലും ഉത്തരം കിട്ടാതിരിക്കില്ല. നമ്മൾ കൂടുതലും നമ്മൾ ഈശ്വരനിൽ നമ്മളുടെ ആ ഒരു ഗ്രോത്തിന് വേണ്ടി നമ്മുടെ ഇമോഷൻ എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ചക്രാസുകളൊക്കെ ബാലൻസ്, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചക്രാസൊക്കെ ബാലൻസ് ആകാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസൊക്കെ വരുന്നത്. അതുപോലെ നമ്മുടെ പലതരത്തിലുള്ള ബ്ലോക്കേജുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ഈ ചക്രാസൊക്കെ ആക്റ്റീവ് ആകാതെ ഇരിക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിങ് മെഡിറ്റേഷനായാലും മുറ്റത്ത് ഭൂമിയിൽ ഇറങ്ങി നടക്കുക. സാധാരണ വ്യക്തി അതൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും നമ്മൾ ചെരുപ്പില്ലാതെ കുറച്ച് നേരം ഭൂമിയിൽ നിൽക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലം അല്ലാതെ നമ്മുടെ സാമ്പത്തിക അങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ ഈ റൂട്ട് ചക്ര ബാലൻസ് ആക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് പ്രോബ്ലംസിനൊക്കെ മാറ്റം വരും. സെപ്പറേഷനായിരുന്നു എൻ്റെ ജീവിതത്തിൽ, വളരെ സെപ്പറേഷൻ പീരീഡായിരുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു പീരീഡിൽ എല്ലാം മാറി, അതെല്ലാം പൊട്ടി, എല്ലാം ആ ഒരുപാട് നൂലാമാലകളും പ്രശ്നങ്ങളും ഒക്കെ വലിച്ച് പൊട്ടിച്ച് പുറത്തിറങ്ങി വരുന്നൊരു എനർജിയാണ് കാണുന്നത്. അങ്ങനെ അതെല്ലാം മാറി നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷൻ ചെയ്യുമെന്നാണ് അതിനകത്ത് കാണിക്കുന്നത്, ഈ കാർഡിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും മെഡിറ്റേഷനൊക്കെ ചെയ്യാനാണ് പറയുന്നത്. ക്രിയേറ്ററിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, മാനസികമായ പ്രശ്നങ്ങളോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ച് നിങ്ങളിലോട്ട് തന്നെ തിരിയുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വൈബ്രേഷൻ, ആ ഒരു എനർജി, അതൊക്കെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ശാന്തത കിട്ടാനുമൊക്കെ നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒത്തിരി സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മനസ്സ് ശാന്തമാകും. ഓവർ പ്രോബ്ലംസൊക്കെ കൊടുത്ത് പല ആൾക്കാരുടെയും ഒരു കാര്യമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കയറി ഇടപെടും, അല്ലെ ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓവറായിട്ട് കയറ്റി വെക്കും. അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ മാറ്റുക എന്നാണ് പറയുന്നത്. അത് മാറ്റുക, അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു പുതിയ റീബർത്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. റീബർത്ത് എന്നാണ് ഇനി നിങ്ങൾക്കൊരു പുതിയൊരു ജീവിതമാണ് നിങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾ പല കാര്യങ്ങളും, ഈ പറഞ്ഞ പല കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരാനായിട്ട് സാധിക്കും. ഓക്കെ, ലവ് മെസ്സേജാണ് അവർ പറയുന്നത്. യു ആർ മൈ ലൈഫ്, യു ആർ മൈ, നിങ്ങളുടെ ചിന്തകളാണ് എപ്പോഴും അവരുടെ ഉള്ളിൽ, നിങ്ങളാണ് അവരുടെ ജീവിതം, എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ട്രൂ ലവ്? ട്രൂ ലവായിട്ടൊന്നുമില്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ, പ്രണയമെന്ന് പറഞ്ഞാൽ പ്രണയം മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്, അല്ല പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ്.
പിന്നെ ഗോഡസ് മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ കളയാനെന്നാണ് പറയുന്നത്. കളയാനാണ്. എന്തൊക്കെ ട്രോമാസ് ഉണ്ടോ അതൊന്നും നിങ്ങൾ ഇനിയും ചിന്തിക്കാൻ പാടില്ല. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പഴയതെല്ലാം നമ്മൾ ഹീലാക്കി കളയുക എന്നാണ് ഗോഡസ് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.